ഇത് നോക്കണം, ഇവിടെ ലാവലിൻ കേസ് നീട്ടി പോവുകയാണ്. ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? ഈ ഡീലിൻ്റെ ഭാഗമാണത്. അതുപോലെ വീണക്കെതിരായിട്ടുള്ള കേസ് അത് ഡീലിൻ്റെ ഭാഗമാണ്. നടേശൻ്റെ വർഗീയ വിഷം തുപ്പുന്ന ആ നിലപാട് വന്നപ്പോൾ ആ നിലപാടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പാർട്ടി സെക്രട്ടറിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ സാധിച്ചോ? അതിനെ ന്യായീകരിക്കല് അങ്ങനെയുള്ള ഒരാളെയും കയറ്റിയിട്ടാണല്ലോ മുഖ്യമന്ത്രി പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ന്യൂനപക്ഷങ്ങൾ വിശ്വാസത്തിലെടുക്കുക? അതുപോലെ തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ള തെറ്റായ രീതികൾ, ഇതൊക്കെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയിൽ നിന്ന് മതേതരത്വ മനസ്സുള്ള ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനിടയായ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ CPM ഇടതുപക്ഷ പാർട്ടിക്ക് ഉണ്ടാവേണ്ടുന്ന മതേതരത്വ നിലപാടിൽ വെള്ളം ചേർക്കുന്ന സംഭവങ്ങൾ പാർട്ടി സഖാക്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പാർട്ടി താഴെ കടയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ ആ റിവ്യൂ റിപ്പോർട്ടിൽ അത്തരം ഒരു കാര്യവും പരാമർശിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ 27 സ്ഥാനാർത്ഥികളിൽ 24 പേരും തോറ്റിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയോ മണ്ഡലം കമ്മിറ്റിയോ അംഗീകരിക്കുന്ന സ്ഥാനാർത്ഥികളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 27 പേരും 24 പേരും തോറ്റത്. ഇവിടെ തളിപ്പറമ്പിലും പയ്യന്നൂരും ഉണ്ടായിട്ടുള്ള അനുഭവം ഇതിനു മുമ്പ് ഞങ്ങൾ 2 പേരും പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മത്സരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ഇതിൻ്റെ തളിപ്പറമ്പിലും പയ്യന്നൂരും പരാജയപ്പെടാൻ ഇടയായതിൻ്റെ ഉത്തരവാദിത്തം പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ മേലെയാണ് ഇപ്പോൾ കെട്ടിവെക്കുന്നത്. ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റി എന്നാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇത് കബളിപ്പിക്കലാണ്. ഇത് ശരിയായ പാർട്ടി വഞ്ചനയാണ്. വസ്തുതകളും സത്യവും ജനങ്ങളിൽ നിന്നും പാർട്ടിയിൽ നിന്നും മൂടിവെക്കലാണ്. യഥാർത്ഥത്തിൽ ജില്ലാ കമ്മിറ്റിക്കാണോ തെറ്റുപറ്റിയത്? പാർട്ടിയിൽ സത്യം പറയണ്ടേ? പത്രസമ്മേളനത്തിൽ പറയുന്നില്ലെങ്കിൽ ഇനി പാർട്ടി ഘടകങ്ങൾ പറയോ? അവർ പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത്. അത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥികൾ വന്നത്? ഇവിടെ തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ ആക്ഷേപം പാർട്ടിക്കകത്തുണ്ടായില്ലേ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരുന്നോ? ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? മണ്ഡലം കമ്മിറ്റി അംഗീകരിച്ചിരുന്നോ? ഏതെങ്കിലും ഒരു പാർട്ടി ഘടകം ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ചിരുന്നോ? എന്നിട്ടും എങ്ങനെ ആ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വന്നു? ആരാണ് അതിൻ്റെ ഉത്തരവാദി? ആരാണ് ആ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിച്ചത്? സ്വയം പ്രശ്നമായി പരിശോധിക്കണ്ടേ? ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ജില്ലാ കമ്മിറ്റി 2-3 പേരൊഴിച്ച് എല്ലാവരും ഈ 2 സ്ഥാനാർത്ഥിയെ എതിർത്തല്ലോ. ആ കമ്മിറ്റികളിൽ ഗോവിന്ദ മാഷുണ്ടല്ലോ, സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടറി ഉണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിയിൽ അധ്യക്ഷ വഹിച്ച ഒരാളാണല്ലോ ഞാൻ. എൻ്റെ അടുത്താണല്ലോ ഗോവിന്ദ മാഷ് ആ കമ്മിറ്റിയിൽ ഇരുന്നത്. മാഷ മുഴുവൻ കേട്ടിട്ടുണ്ടല്ലോ. ആ ജില്ലാ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയോ? ആ ജില്ലാ കമ്മിറ്റിക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല. ശരിയായ രീതിയിലാണ് പാർട്ടി ജില്ലാ കമ്മിറ്റി പറഞ്ഞത്. പക്ഷേ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറായോ? ഒരു കാരണവശാലും പയ്യന്നൂർ ആ സ്ഥാനാർത്ഥിയെ നിർത്തരുത് എന്ന് പറഞ്ഞില്ലേ? ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിരിക്കും. നിങ്ങൾ കേട്ടോ? അപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റിയത്. തളിപ്പറമ്പിലെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അടിമുടി വിമർശനമായിരുന്നില്ലേ? പാർട്ടിയിൽ ഉടനീളം വിമർശനമായിരുന്നില്ലേ? അപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റിക്കാണോ പെശക് പറ്റിയത്? മാഷക്കിന് അറിയാലോ, സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാലോ. പിന്നെ എന്ത് വാശിൻ്റെ പേരിലാണ് ഈ 2 പേരെ അടിച്ചേൽപ്പിച്ചത്? ഇതുപോലെയാണ് 27 പേരെ നിങ്ങൾ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. അതാണ് 24 തോറ്റത്. എന്തിനായിരുന്നു അത്? എന്നിട്ടിപ്പോൾ റിവ്യൂ റിപ്പോർട്ടിൽ പറയാണ് ഇത് ജില്ലാ കമ്മിറ്റിക്ക് പെശക് പറ്റിയെന്ന്. ഇനി അങ്ങോട്ട് പറയാൻ പോണതാണ്.
ധാര ബലിയാടാക്കാനാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാക്കണം, ആരാണ് ഈ സ്ഥാനാർത്ഥിമാരെ നിശ്ചയിച്ചത്, നിർദ്ദേശിച്ചത്? ആ നിർദ്ദേശിച്ച ആൾ ജില്ലാ സെക്രട്ടറി ആണല്ലോ. ജില്ലാ സെക്രട്ടറി ആരിൽ നിന്ന് അഭിപ്രായം തേടിയിട്ടാണ് നിർദ്ദേശിച്ചത്? അത് പറയട്ടെ, ഇനിയെങ്കിൽ പറയട്ടെ, ആർജവത്തോടെ പാർട്ടിയോടും ജനങ്ങളോടും പറയട്ടെ, എനിക്ക് തെറ്റുപറ്റി, ഞങ്ങൾക്ക് തെറ്റുപറ്റി പറയട്ടെ. നിങ്ങൾ എന്ത് തിരുത്തുന്നതാണ് ഇപ്പം നമ്മൾ വിശ്വസിക്കേണ്ടത്, ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, ജനങ്ങളിൽ നിന്നും കൂടെ അഭിപ്രായം തേടുക എന്തിനു വേണ്ടിയിട്ട്? ഈ പാർട്ടിയിൽ അഭിപ്രായം കേൾക്കാതെ കൊണ്ടാണോ? CPM-ൻ്റെ രീതി വെച്ച് ബ്രാഞ്ച് തലം മുതൽ മേലോട്ടുള്ള ഘടകങ്ങളിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ കാർബൺ കോപ്പി എല്ലാ മേൽ കമ്മിറ്റികൾക്കും കിട്ടും. ലോക്കൽ കമ്മിറ്റി ചർച്ച നടക്കുന്ന അതിൻ്റെ കാർബൺ കോപ്പി മേൽ കമ്മിറ്റികൾക്ക് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാർബൺ കോപ്പിയിൽ അവിടെ നടന്ന ചർച്ചകളൊക്കെ ആ കാർബൺ കോപ്പിയിൽ ഉണ്ടാവും. ഏതെങ്കിലും പാർട്ടി ഘടകം പരിശോധിച്ചിട്ടുണ്ടോ? അങ്ങനെ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരൊരു സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുമായിരുന്നോ? അത് പരിശോധിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ, പാർട്ടി അംഗങ്ങളുടെ വികാരം പരിഗണിച്ചിട്ടാണ് തീരുമാനം എടുക്കുന്നതെങ്കിൽ ഇത്തരമൊരു തകർച്ച പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നോ? അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദി ആര്? ഇതിൻ്റെ ഉത്തരവാദി നിങ്ങളാണ്, നേതൃത്വമാണ്. ഇവിടെ പാർട്ടിയിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ റിവ്യൂട്ടിൽ അതിവിചിത്രമായ ചില കാര്യങ്ങൾ ഈ റിവ്യൂവിൽ പറയുന്നുണ്ട്. അതിൽ തോൽക്കാനുള്ള ഒരു കാരണം പറഞ്ഞിട്ടുള്ളത് ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ്. നടേശനെ കയറ്റിയതിനെ കുറിച്ച് ന്യായീകരണം, നടേശൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് മുഖ്യമന്ത്രിൻ്റെ വാഹനം വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അതിലേക്ക് കയറ്റി. ഇതാണല്ലോ നിങ്ങളുടെ വ്യാഖ്യാനം. അങ്ങനെയാണോ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നടേശൻ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ആ പറഞ്ഞ കാര്യങ്ങളെ എതിർക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായോ? ആരും എതിർത്തോ? മുഖ്യമന്ത്രി എതിർത്തോ? ഗോവിന്ദമാഷ് എതിർത്തോ? ജനങ്ങൾ അപ്പോൾ വിശ്വസിച്ചില്ലേ? നടേശൻ്റെ വർഗീയ വിഷം തുപ്പുന്ന ആ നിലപാട് വന്നപ്പോൾ ആ നിലപാടിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പാർട്ടി സെക്രട്ടറിക്കോ മുൻ മുഖ്യമന്ത്രിക്കോ സാധിച്ചോ? അതിനെ ന്യായീകരിക്കില്ലേ? അങ്ങനെയുള്ള ഒരാളെയും കയറ്റിയിട്ടാണല്ലോ മുഖ്യമന്ത്രി പോകുന്നത്. എങ്ങനെയാണ് നിങ്ങളെ ന്യൂനപക്ഷങ്ങൾ വിശ്വാസത്തിലെടുക്കുക? കേരളത്തിലെ മതേതര മനസ്സിനെ വ്രണപ്പെടുന്ന നിലപാടല്ലേ നിങ്ങൾ സ്വീകരിച്ച് ആ റിവ്യൂ റിപ്പോർട്ടിൽ പറയുന്നുണ്ടോ? പിന്നീടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചത് തെറ്റായിപ്പോയി. എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? എന്ത് വിചിത്രമായ വാദമാണ് ഇവർ പറയുന്നത്. യോഗി ആദിത്യ ഇവിടെ ഇങ്ങനെ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്, എന്നാൽ പിന്നെ എൻ്റെ വഴി ഒരു സന്ദേശം ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് യോഗി ആദിത്യ സന്ദേശം അയച്ചതാണോ? ഒരു മുഖ്യമന്ത്രി സന്ദേശം നൽകേണ്ട ആവശ്യപ്പെട്ടിട്ടുള്ളവരുണ്ടാവുമല്ലോ. ആരാണ് യോഗി ആദിത്യനാഥിനോട് സന്ദേശത്തിന് ചോദിച്ചത്? എങ്ങനെയാണ് സന്ദേശം അവിടെ എത്തിയത്? പറന്നു വന്നിട്ട് എത്തിയല്ലോ. ഇതെല്ലാം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന BJP-യുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡീലിൻ്റെ ഭാഗമാണ് എന്നല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? നിങ്ങൾക്കണം, ഇവിടെ ലാവലിൻ കേസ് നീട്ടി പോവുകയാണ്. ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്താ? ഈ ഡീലിൻ്റെ ഭാഗമാണത്. അതുപോലെ വീണക്കെതിരായിട്ടുള്ള കേസ്, അത് ഡീലിൻ്റെ ഭാഗമാണ് എന്നൊക്കെയല്ലേ ജനങ്ങൾ വിശ്വസിക്കുന്നത്? ഞാനിവിടെ അങ്ങനെ തീർച്ചയായിട്ടും ഈ പരാജയത്തിന് ഇതെല്ലാം ഒരു കാരണമല്ലേ? മുഖ്യമന്ത്രിയുടെ പെരുമാറ്റവും സ്വഭാവവും പാർട്ടിയിലുടനീളം ചർച്ച ചെയ്തിട്ടില്ലേ? നിങ്ങളുടെ റിവ്യൂ റിപ്പോർട്ടിൽ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കുഴപ്പമില്ല, പാർട്ടി സെക്രട്ടറിക്ക് കുഴപ്പമില്ല, കുഴപ്പം മുഴുവൻ താഴെയാണ്. ഇതല്ലേ നിങ്ങൾ റിവ്യൂ റിപ്പോർട്ട്? ഇതാണ് പറഞ്ഞത്, കൊടിയ വഞ്ചനയാണ് പാർട്ടിയോട് നിങ്ങൾ ഇനിയും കാണിക്കുന്നത്. ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആരാണ് ഈ പരാജയത്തിന് ഉത്തരവാദി. ചില ബ്രാഞ്ചുകളിൽ നടക്കുന്ന ചർച്ചയിൽ പറഞ്ഞിട്ടുള്ള ചില സഖാക്കൾ പറഞ്ഞത്, ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഇനി ഞാൻ ബ്രാഞ്ചിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു പോയ സഖാക്കളുണ്ട്. ഈ വികാരം കാണണ്ടേ? അപ്പോൾ ഈ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുമ്പം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറാവണം. അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം താഴേക്കടയിലുള്ള സഖാക്കളെ തലയിൽ അടിച്ചേൽപ്പിച്ച് ഞങ്ങളെല്ലാം കേമന്മാരാണ്, ഞങ്ങളെ കൈ ശുദ്ധമാണ് എന്ന് വരുത്തി നിങ്ങൾക്ക് അധികാരം പോകാൻ വേണ്ടി കഴിയോ? ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്ന തെളിവല്ലേ ഈ തെരഞ്ഞെടുപ്പുണ്ടായിട്ടുള്ള ഫലം? അതുകൊണ്ട് തിരുത്താൻ CPM തയ്യാറുണ്ടെങ്കിൽ, അത് തിരുത്തുന്നതിന് CPM തയ്യാറുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഉള്ള സഖാക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ കേൾക്കാനും അതിന് പരിഹാരം കാണാനും
CPM നേതൃത്വം തയ്യാറാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ നിങ്ങൾ വരുത്തുമെന്ന് ജനം വിശ്വസിക്കില്ല. ഞങ്ങളെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തായവരാണല്ലോ. ഒരുപാട് ജനങ്ങളുണ്ടല്ലോ, നമുക്ക് വോട്ട് ചെയ്തവർ CPMകാർ തന്നെയാണ്, അല്ലാതെ വോട്ട് കിട്ടില്ലല്ലോ. രാകേഷ് പറയുന്ന പോലെ പള്ളി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ പയ്യന്നൂർ വോട്ട് ചെയ്തത്, പള്ളി എന്ന് പറഞ്ഞിട്ടല്ലല്ലോ തളിപ്പറമ്പിൽ വോട്ട് ചെയ്തത്, പാർട്ടിക്കാരിൽ വോട്ട് ചെയ്തത്. അപ്പോൾ അത് ശരിയായ രീതിയിൽ കണ്ടെത്തി തിരുത്തിക്കുന്നത് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തവർ CPMൻ്റെ ആളുകളുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ ഈ നിലപാടിൽ പ്രതിഷേധിക്കുന്ന CPM ആയ ആളുകളുണ്ട്. അവരെയെങ്കിലും നിങ്ങൾക്ക് ആശ്വസിപ്പിക്കാൻ കഴിയണമെങ്കിൽ സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ് നിങ്ങൾ നടത്തേണ്ടിയിരുന്നത്. അത് നടത്തിയിട്ടില്ല എന്നതാണ് ഈ കാര്യം മാഷുടെ പത്രസമ്മേളനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്.